ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗനൻ. കിച്ചൺ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റില് പലതരം കിച്ചൺ സ്ലാബ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാനൈറ്റിന്റെ സൈസ്, അതേപോലെ തന്നെ റേറ്റ്, തിക്നെസ്, ഗുണങ്ങൾ, ദോഷങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ടോപ്പ് ലെയറിന്റെ അടിയിൽ മാഗ്മയുടെ ക്രിസ്റ്റലൈസേഷൻ കൊണ്ടാണ് നമ്മൾ ഈ പാറ ഉണ്ടാകുന്നത്, ഈ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നീഷ്യസ് റോക്കാണ്. അപ്പൊ ഈ റോക്കിൽ പലതരം മിനറൽസ് ഉണ്ട്. അപ്പൊ ഈ മിനറൽസ് ആണ് ഗ്രാനൈറ്റിന്റെ കളറും പാറ്റേണും ഒക്കെ തീരുമാനിക്കുന്നത്. നമ്മളെ നാട്ടിലാണെങ്കിൽ മെയിൻ ആയിട്ട് രാജസ്ഥാൻ, ഒറീസ, ആന്ധ്ര, കർണാടകയിൽ നിന്നൊക്കെയാണ് ഗ്രാനൈറ്റ് ഇങ്ങോട്ട് വരുന്നത്. ഗ്രാനൈറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. സിന്തറ്റിക് റൈസിനോ അതോ എഡിറ്റീവ്സോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ ഇല്ല. നമ്മളാണെങ്കിൽ ചില സമയത്ത് ഈ ഗ്രാനൈറ്റിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോക്സി ഫില്ലേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അല്ലാതെ മിക്ക ഗ്രാനൈറ്റും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാനൈറ്റ് സ്ലാബിന്റെ പുറകു വശത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാനൈറ്റ് സ്ലാബിന്റെ ഫ്രണ്ടിൽ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയായിരിക്കും ബാക്കിൽ വരുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിൽ നമ്മൾ പോളിഷ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് ആ ഒരു ഫിനിഷ് കിട്ടുന്നത്. അതല്ലാതെ വേറെ ഒരു കളേഴ്സും നമ്മൾ ഈ ഗ്രാനൈറ്റിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ 100% നാച്ചുറൽ മെറ്റീരിയൽ ആണ് ഗ്രാനൈറ്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഡിസൈൻസ്. പലതരത്തിലുള്ള കളറിലും പാറ്റേണിലും നമുക്ക് ഗ്രാനൈറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫിനിഷസ് നോക്കുകയാണെങ്കിലും പലതരത്തിലുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഗ്ലോസി ഉണ്ട്, മാറ്റ്, ലെതർ, ലപ്പോത്ര, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, ഡ്യൂറബിൾ ആണ്, അതേപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. നമുക്കൊരു ചൂട് പാത്രം, അതായത് ഒരു 600 to 650 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പാത്രം നമുക്ക് ഒരു പാഡോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രാനൈറ്റ് ടോപ്പിൽ വെക്കാം. ഗ്രാനൈറ്റിന് ഒരു ഡാമേജും പറ്റില്ല. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. നമ്മൾ കത്തി കൊണ്ടോ അല്ലെങ്കിൽ പാത്രം കൊണ്ടോ ചെറുതായിട്ട് ഒരയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലൊന്നും ഒരു സ്ക്രാച്ചും ഇതില് വരില്ല. അതേപോലെ തന്നെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഗ്രാനൈറ്റിന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരുപാട് സമയം അത് നമ്മൾ തുടയ്ക്കാതെ വെക്കാൻ പാടില്ല. ലോ മെയിൻ്റെനൻസ്, പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാ വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഈ കിച്ചൺ കൗണ്ടർ ടോപ്പ് മാത്രമല്ല, നമുക്ക് ബാത്റൂം കൗണ്ടർ ടോപ്പ്, അതേപോലെ ഫ്ലോറിംഗ്, വാളില് ഒക്കെ നമുക്ക് ഈ മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ്. പല റേറ്റിൽ നമുക്ക് ഗ്രാനൈറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 75 റുപ്പീസ് ഇട്ടിട്ട് പിന്നെ ഹയർ, അതായത് നമുക്ക് 500 അതിന്റെ മേലേക്കോ റുപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എക്കണോമിക്കൽ ആയിട്ടും നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ 90s എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാനൈറ്റിന്റെ പോപ്പുലാരിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഗ്രാനൈറ്റിന് പകരം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ക്വാഡ്സ്, ഫുൾ ബോഡി ടൈൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാനൈറ്റിന്റെ പോപ്പുലാരിറ്റി കുറച്ച് കുറയുകയും നമുക്കത് കുറച്ചുകൂടെ എക്കണോമിക്കൽ മെറ്റീരിയൽ ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഏത് റേറ്റിലും നമുക്ക് ഗ്രാനൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രാനൈറ്റിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്ഡേറ്റഡ് ആയി, അതായത് ഇപ്പൊ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് യൂസ് ചെയ്ത് വന്നിട്ട് ഇപ്പൊ ഗ്രാനൈറ്റിന്റെ ഒരു ട്രെൻഡ് കുറഞ്ഞു. പിന്നെ അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബിസി ഡിസൈൻ ആണ്. അതായത് ഒരുപാട് കുത്തി നിറച്ചിട്ടുള്ള പോലത്തെ ഡിസൈൻ ആണ് ഗ്രാനൈറ്റിന്റെ ടോപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മിനിമലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു മോഡേൺ ടൈപ്പ് ഓഫ് കിച്ചൺ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഗ്രാനൈറ്റ് നാച്ചുറൽ മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരേ പാറ്റേൺ തന്നെ റിപ്പീറ്റഡ്ലി കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ചിലപ്പോൾ കിട്ടില്ല. അതേപോലെ തന്നെ ഡാർക്ക് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഡേൺ ആൻഡ് മിനിമലിസ്റ്റിക് കിച്ചൺ ഡിസൈൻസിന് ഇത് ചേരാതെ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് പോറസ് ആണ്. പോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഈ ഇതിന്റെ ടോപ്പിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരുപാട് വർഷം കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാനൈറ്റ് സീൽ ചെയ്യണം.
ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഗ്രാനൈറ്റ് ഒക്കെ സീൽ ചെയ്തിട്ടാണ് വരുന്നത്. ഒരു 10 വർഷത്തേക്കൊന്നും നമ്മൾ സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും സീൽ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഡ്യൂറബിലിറ്റിക്ക് എപ്പോഴും നല്ലത്. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൽ ക്രാക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. നമ്മളൊരു ഭാരമുള്ള പാത്രമൊക്കെ അറിയാതെ കയ്യിൽ നിന്ന് വീണു പോവാണ്. അതേപോലെ സിങ്കിന് വേണ്ടി കട്ട് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധയോട് കൂടി വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിൽ ക്രാക്ക് വീഴും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഗ്രാനൈറ്റ് ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ അതിന് തണുപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസ് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ നമ്മൾ ഈ ചൂടുള്ള നമ്മൾ കുക്ക് ചെയ്തിട്ട് വല്ല ഹോട്ട് കോഫിയോ അല്ലെങ്കിൽ ടീയോ ഒക്കെ ഇതിന്റെ മേലെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചൂട് ആറിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിനുണ്ട്. പിന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഗ്രാനൈറ്റില് വല്ല യുണീക്ക് ആയിട്ടുള്ള കളറ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ കിട്ടണമെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആവും. അപ്പൊ നമ്മൾ ഈ എക്കണോമിക്കൽ എന്നുള്ള ടേം അവിടുന്ന് മാറ്റേണ്ടി വരും. ഗ്രാനൈറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ആണെങ്കിൽ 10 ഫീറ്റ് 11 ഫീറ്റ് 13 ഫീറ്റ് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് 3.2 ഫീറ്റ്, അതേപോലെ 2 ഫീറ്റ് 3 ഫീറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. തിക്നെസ് ആണെങ്കിൽ 15 mm, അതേപോലെ തന്നെ 13 to 20 mm വരെ പല തിക്നെസ്സിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ തിക്നെസ് ഒക്കെ വേരി ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് വ്യത്യാസം വരും. റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് പെർ സ്ക്വയർ ഫീറ്റ് ₹75 തൊട്ടിട്ട് മേലോട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഗ്രാനൈറ്റിന്റെ ഇൻഫോർമേഷൻ. ഗുണങ്ങൾ, ദോഷങ്ങൾ, സൈസ്, തിക്നെസ്, അതേപോലെ റേറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി വരുന്ന കിച്ചൺ സീരീസിൽ നമ്മൾ ഒരുപാട് കിച്ചണിന്റെ സ്ലാബിനെ കുറിച്ചും കിച്ചൺ മെറ്റീരിയൽസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.